ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാൻ മേഘ ചതുർവേദി. ഇന്ന് ഞാൻ നിങ്ങളുടെ സംശയങ്ങളും പല മിത്തുകളും പരിഹരിക്കാൻ വന്നിരിക്കുന്നു. കാരണം പലപ്പോഴും രോഗി ആശയക്കുഴപ്പത്തിലാണ്. കാരണം രോഗിക്ക് ചുറ്റുമുള്ള പരിസ്ഥിതി വെളുത്തു മാർക്കുകൾ മൂലം ബാധിക്കപ്പെട്ട് പല കാര്യങ്ങളും പറയുന്നു. അവർക്ക് എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കരുത് എന്ന കുഴപ്പമുണ്ടാകുന്നു. നിങ്ങൾക്ക് ഈ സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുകയും കേൾക്കുകയും ചെയ്യുക. ഈ കാര്യങ്ങൾ പ്രയോഗിക്കുക. അതുവഴി നിങ്ങളുടെ വെട്ടിലിഗോ കൂടാതെ നിൽക്കുകയും നിങ്ങൾക്ക് പുനരുദ്ധാരണം ലഭിക്കുകയും ചെയ്യും. ആളുകൾ പറയുന്നതിൽ വളരെ അധികം ശ്രദ്ധ വേണ്ട. കാരണം അവർ വളരെ നല്ല ഗവേഷകരല്ല, അവർ ഡോക്ടർമാരുമല്ല, അവർ വെറും മനുഷ്യരാണ്. അതിനാൽ ആളുകൾ ചിലതൊക്കെ ഉപദേശങ്ങൾ നൽകുന്നു. ഇന്ത്യയിൽ ഓരോ ആളും ഡോക്ടറാണെന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അവരെ നിങ്ങൾ അവഗണിക്കുക എന്നതിനാൽ നിങ്ങൾക്ക് അനാവശ്യ സമ്മർദ്ദം ഉണ്ടാകില്ല. പിരിമുറുക്കം സൃഷ്ടിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തോട് നന്നായി പോരാടാനും അതിൽ വിജയം നേടാനും കഴിയും. എല്ലാത്തരം വെളുത്തു പാടുകളും വെട്ടിലിഗോ ആണ് എന്നതാണ് ഏറ്റവും വലിയ മിഥ്യാധാരണ. പക്ഷേ അത് സംഭവിക്കുന്നില്ല. എല്ലാ വെളുത്ത അടയാളങ്ങളും വിട്ടിലിഗോ ആവണമെന്നില്ല. വിട്ടിലിഗോ ഒരു സ്വയം രോഗപ്രതിരോധ രോഗമാണ്. ഇത് ശരീരത്തിന്റെയോ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെയോ എതിരെ പ്രവർത്തിക്കുന്നു, എന്നിട്ട് ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങുന്നു. കാരണം ഫലം എന്താണ്? മെലനിൻ ഉൽപാദനം കുറയുന്നു. അതിനാൽ ഇത് വിട്ടിലിഗോയാണ്. നിങ്ങൾക്ക് വെളുത്ത പാടുകൾ ഉണ്ടാക്കും. വയറ്റിലെ കൃമികടിയും മറ്റും മൂലം ഉണ്ടാകുന്ന വെളുത്ത പാടുകളും ഉണ്ട്. നിങ്ങൾ സൂര്യപ്രകാശത്തിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ, എന്നിട്ടും നിങ്ങളുടെ ചർമ്മത്തിൽ വെളുത്ത നിറം ലഭിക്കുന്നു. ഞങ്ങൾ ഇതിനെ ഹൈപ്പോപിഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നു. ഇതും വിട്ടിലിഗോ ആണെന്നും അവർ പറയുന്നു. അല്ലെങ്കിൽ അലർജി മൂലം ചർമ്മത്തിൽ വെളുത്ത കാര്യമുണ്ടെങ്കിൽ ഇത് വിട്ടിലിഗോ ആണെന്നും അവർ കരുതുന്നു. നിങ്ങൾക്ക് പൊള്ളലേറ്റുവെന്ന് കരുതുക. പൊള്ളലേറ്റ ശേഷം ഒരു വെളുത്ത പാട് അവശേഷിച്ചു. ഇത് വിട്ടിലിഗോ ആണെന്നും അവർ കരുതുന്നു. ഇല്ല, എല്ലാ വെളുത്ത പാടുകളും വിട്ടിലിഗോ ആവണമെന്നില്ല. മറ്റു ചില കാരണങ്ങളാൽ നിങ്ങളുടെ ശരീരത്തിന് ഹൈപ്പോപിഗ്മെന്റേഷൻ ഉണ്ടാകാം. നിങ്ങൾ വെളുത്ത നിറവ്യത്യാസം കാണുന്നു. അതിനാൽ ആദ്യം വിട്ടിലിഗോ തിരിച്ചറിയുക. ഇതിൽ എടുക്കുക. അനാവശ്യമായി ഏതെങ്കിലും രോഗത്തിന്റെ തെറ്റായ നിർണയത്തിലൂടെ ചികിത്സ സ്വീകരിക്കേണ്ടതില്ല. രണ്ടാമത്തെ മിഥ്യാധാരണ വെളുത്തു വസ്തുക്കൾ കഴിക്കുന്നത് വിട്ടിലിഗോ ആണ് എന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. അതിന്റെ ആവശ്യമില്ല. ഒട്ടും അങ്ങനെയല്ല. നിങ്ങൾ പാൽ, തൈര്, ചീസ് എന്നിവ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിട്ടിലിഗോ ഉണ്ട്. അല്ല. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസ് അല്ലെങ്കിൽ പാലിൽ അടങ്ങിയിരിക്കുന്ന കെസീൻ, നാം അത് ഒഴിവാക്കണം. നിങ്ങൾക്ക് സോയ പാൽ കഴിക്കാം, അതും വെളുത്തതാണ്. അതിനാൽ വെളുത്ത ഏതെങ്കിലും കാര്യം കഴിച്ചാൽ വിട്ടിലിഗോ ഉണ്ടാകില്ല. വിട്ടിലിഗോ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ പലപ്പോഴും വർദ്ധിക്കുന്നു എന്നതാണ്. മൃഗപ്രോട്ടീൻ അല്ലെങ്കിൽ ഡയറി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പുളിച്ച വസ്തുക്കൾ. നിങ്ങൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കും. എന്നാൽ വെളുത്ത വസ്തുക്കൾ കഴിക്കുന്നത് വിട്ടിലിഗോ ഉണ്ടാകുന്നതിന് കാരണമല്ല. നിങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ നിർത്തിയാലും അവയുടെ പകരം എടുക്കുക. അതിനാൽ ശരീരത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. നിങ്ങൾ പശുവിന്റെയോ എരുമയുടെയോ പാൽ ഉപേക്ഷിക്കുകയാണെങ്കിൽ പകരം സോയ പാൽ കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പനീർ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോഫി എടുക്കാം. തൈര് ഉപേക്ഷിക്കണം. വെളുത്ത വസ്തുക്കൾ കഴിക്കുന്നത് വിട്ടിലിഗോയ്ക്ക് കാരണമാകുമെന്ന് എവിടെയും എഴുതിയിട്ടില്ല. അല്ലെങ്കിൽ എനിക്കും വിട്ടിലിഗോ ഉണ്ടാകുമായിരുന്നു. വിട്ടിലിഗോ ഉള്ളിൽ നിന്നുള്ള ഒരു രോഗമാണ്. അതിനാൽ ഇതിനുള്ളിൽ നിന്ന് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത മിഥ്യാധാരണ എന്നത് വിട്ടിലിഗോ രോഗികൾ ദിവസം മുഴുവൻ സൂര്യപ്രകാശത്തിൽ ഇരിക്കണം എന്നാണ്. ഞാൻ ക്രീമുകളും ലേപനങ്ങളും പുരട്ടി ദിവസം മുഴുവൻ സൂര്യപ്രകാശത്തിൽ ഇരിക്കുന്ന രോഗികളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ദിവസം മുഴുവൻ സൂര്യപ്രകാശത്തിൽ ഇരിക്കേണ്ടതില്ല. അനാവശ്യമായി നിങ്ങൾക്ക് UV വികിരണത്തിന്റെ എക്സ്പോഷർ ഏൽക്കേണ്ടി വരും. നിങ്ങൾ മറ്റേതെങ്കിലും രോഗം ചെയ്യണം. കാരണം ഇതിന് അതിരാവിലെ സൂര്യപ്രകാശം ഏൽക്കാം. നിങ്ങൾ സൂര്യപ്രകാശത്തിൽ ഇരിക്കുന്നു. എന്നാൽ രാവിലെ 6 മണിക്ക് 7 മണിക്ക് ഇരിക്കുക. അതിനുശേഷം ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനാൽ അൾട്രാവയലറ്റ് രശ്മികളുടെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ സുരക്ഷിതരാണ്. മറ്റൊരു രോഗവും ഉണ്ടാക്കരുത്. അടുത്ത മിഥ്യാധാരണ ഇരുണ്ട ചർമ്മമുള്ള ആളുകൾ എന്നതാണ്. ഇരുണ്ട നിറമുള്ളവർ അല്ലെങ്കിൽ കറുത്തവർ, അവർക്ക് വിട്ടിലിഗോ ഉണ്ട്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. വെളുത്ത നിറമുള്ളവരോ ആയ ആളുകൾ, അവർക്ക് വിട്ടിലിഗോയും ഉണ്ട്. എന്നാൽ ഇരുണ്ട ആളുകളിലാണ് ഇത് കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത്. കാരണം ആ ചർമ്മത്തിന്റെ ഘടന ഇതുപോലെയാണ്. അതിനാൽ ഇരുണ്ട ആളുകളിൽ മാത്രമേ ഇത് കൂടുതൽ ദൃശ്യമാകുമെന്ന് എവിടെയും എഴുതിയിട്ടില്ല. ആർക്കും ഈ രോഗം വരാം. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, അവ എങ്ങനെ നിറമുള്ളവരായാലും ആർക്കും കിട്ടും. ഇത് ജീൻ വഴി വന്നെങ്കിൽ അതിന് ഒരു ഉണ്ടാകുന്നുണ്ടെങ്കിൽ. അടുത്ത മിഥ്യാധാരണ ഇതാണ്. വിട്ടിലിഗോയേക്കാൾ മറ്റ് അപകടകരമായ രോഗങ്ങൾ ഉണ്ടാകാം എന്ന്. അല്ല, വിട്ടിലിഗോ പോലെ തന്നെ മറ്റൊരു രോഗവും ഇല്ല. കാൻസർ അല്ലെങ്കിൽ ചർമ്മ അർബുദം പോലെ അല്ലെങ്കിൽ അപകടകരമായ മറ്റൊരു രോഗവുമില്ല. അത് വേറൊരു കാര്യമാണ്. വിധി വളരെ മോശമാണ്. ഭാവിയിൽ നിങ്ങൾക്ക് മറ്റൊരു രോഗം ഉണ്ടാകും. എന്നാൽ വിട്ടിലിഗോ കാരണം അത് സംഭവിച്ചില്ല. ആ രോഗം ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ഉണ്ടാകാം. വിട്ടിലിഗോ മൂലം മറ്റ് അപകടകരമായ രോഗങ്ങൾ ഉണ്ടാകുകയില്ല. അടുത്ത മിഥ്യാധാരണ എന്നത് വിട്ടിലിഗോ നമ്മുടെ ജീനുകളിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ വിട്ടിലിഗോ നമ്മുടെ അടുത്ത തലമുറയിൽ കണ്ടെത്താം. അതിനാൽ ഇതിനായി തലമുറകളിൽ ഓട്ടോഇമ്മ്യൂൺ രോഗം നടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ അടുത്ത തലമുറയ്ക്ക് വിട്ടിലിഗോ ഉണ്ടാവേണ്ടതില്ല. അവർക്ക് മറ്റൊരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകാം.
അവർക്ക് ഒരു രോഗവും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം നമുക്ക് സങ്കൽപ്പിക്കാം, ഒരു തലമുറയിൽ വിട്ടിലിഗോ ഉണ്ടാകുന്നു. നിങ്ങളുടെ മുൻ തലമുറയിൽ, അതായത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിങ്ങൾക്ക് വിട്ടിലിഗോയോ മറ്റ് സ്വയം രോഗപ്രതിരോധ രോഗങ്ങളോ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷേ നിങ്ങൾക്ക് ഇത് ആദ്യ ഡിഗ്രി ബന്ധുവിൽ നിന്ന് ലഭിച്ചിരിക്കാം. അല്ലെങ്കിൽ ഈ രോഗം കഴിഞ്ഞ 3 തലമുറകളിൽ പിറന്നോ. എന്നാൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ തലമുറ വ്യക്തമാണ്. അവർക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, നിങ്ങൾ അത് കണ്ടിരിക്കുകയാണ്. അതിനാൽ ഇന്ന് നിങ്ങളുടെ ഭാവി തലമുറയിലും കാണപ്പെടേണ്ടതായില്ല. കാരണം ക്രോമസോം സംഭാവനയുടെ 50% നിങ്ങളുടേതായിരിക്കും. 50 വയസ്സ് നിങ്ങളുടെ പങ്കാളിയുടേതായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ കുട്ടിയുടെ വിധി എന്താണ്? ഏത് ജീനുകളാണ് പ്രബലമായിരിക്കുന്നത്? അല്ലെങ്കിൽ ഏത് ജെൻഡർ മെറ്റീരിയൽ ആണ് ഉണ്ടാകും? കാര്യങ്ങൾ അതിനെ ആശ്രയിച്ചിരിക്കുന്നു. വിട്ടിലിഗോ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. പക്ഷേ അത് സംഭവിക്കും, അതിന്റെ ആവശ്യമില്ല. അതിനാൽ സംഭവിക്കാത്തതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അടുത്ത മിത്ത് ഇതാണ്, ഇത് അവസാനത്തേതാണ്. ബാധകമായവ പ്രയോഗിക്കുന്നതിലൂടെ വിട്ടിലിഗോ സുഖപ്പെടുത്തും. അല്ലെങ്കിൽ നമുക്ക് ശസ്ത്രക്രിയ നടത്താം, വിട്ടിലിഗോ ഭേദമാകും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോതെറാപ്പി എടുക്കുന്നു. ഇല്ല, ശസ്ത്രക്രിയയിലൂടെയോ ഗ്രാഫ്റ്റിംഗ് വഴിയോ ബാധകമായ ലേപനങ്ങൾ പ്രയോഗിക്കുന്നതിലൂടെയോ. ശരീരത്തിൽ പാടുകൾ മാത്രം. നിങ്ങൾക്ക് അവയെ മങ്ങാൻ കഴിയും. നിങ്ങൾക്ക് അവയുടെ നിറം മാറ്റാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ രോഗം പുതിയ സ്ഥലങ്ങളിൽ വരുന്നത് തടയാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഈ രോഗം അകത്തുനിന്നാണ് വരുന്നത്. അതിന് ശരിയായ ചികിത്സ ആവശ്യമാണ്. അത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ ഉള്ളിൽ നിന്ന് ഉണർത്തും. ഇത് നിങ്ങളുടെ ശരീരമാണ്, നിങ്ങൾക്ക് അതിനെ ആക്രമിക്കരുത്. നിങ്ങൾ അത് പരിപാലിക്കുകയും അതിന് അനുകൂലമായി പ്രവർത്തിക്കുകയും വേണം. എങ്കിൽ മാത്രമേ വെളുത്ത പാട് പുതിയ സ്ഥലങ്ങളിൽ വരാതിരിക്കും. അതിനാൽ ഇവ ചില കൺഫ്യൂഷനുകൾ, മിത്തുകൾ, ഫാക്ടുകൾ ആണ്. അത് ആളുകളെ കുഴപ്പത്തിലാക്കുകയും അവരുടെ രോഗത്തോട് പോരാടാൻ മനോബലം കെടുത്തുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ വിദഗ്ധൻ പറയുന്നത് കേൾക്കണമെന്ന് ഞാൻ പറയും. വിദഗ്ധർ പറയുന്നത് കേൾക്കണം. നിങ്ങൾ പഠനം കഴിഞ്ഞ് ഗവേഷണം ചെയ്ത ശേഷമാണ് വന്നത്. നോക്കുന്ന രോഗികൾ പറയുന്നത് കേൾക്കുക. ആരുടെയും വാക്കുകൾക്ക് പ്രാധാന്യം നൽകരുത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ധൈര്യം സൂക്ഷിക്കുക. അതെ, നിങ്ങൾക്ക് രോഗം ഭേദമാക്കാൻ കഴിയും, നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. ആളുകൾ എന്തു പറയുന്നു എന്നതൊന്നും നിങ്ങൾ കാര്യമാക്കുന്നില്ല. നിങ്ങൾക്ക് ശരിയായ ചികിത്സ ലഭിക്കുന്നില്ലെങ്കിൽ നിരാശരാകരുത്. അപ്പോൾ നിങ്ങൾക്ക് ചുവടെ നൽകിയിരിക്കുന്ന നമ്പറിൽ എന്നോട് സംസാരിക്കാം.